കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ വീക്ഷണത്തോടു കൂടിയായിരിക്കണം കോൺഗ്രസ് നിലപാടുകൾ എടുക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നോർക്കണം. അത്രയ്ക്കും വിശാലമായ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നയരൂപീകരണം നടത്തേണ്ട കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിലേക്ക് ചുരുക്കുന്നു എന്നതാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന പുതിയ ആരോപണം. എല്ലാം കേരളത്തിന് വേണ്ടി എന്ന നിലയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി വരുന്നു എന്നർത്ഥം. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്. വാർത്തയുടെ തലക്കെട്ട് തന്നെ നമുക്ക് ആദ്യം നോക്കാം. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമം, DMKയെ വിട്ട് വിജയിയുമായി കൈകോർക്കാൻ നീക്കം നടത്തി, KC വേണുഗോപാലിനെതിരെ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ. വാർത്തയിൽ പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തമിഴ്നാട്ടിൽ DMK സഖ്യം വിടാൻ കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശ്രമിച്ചെന്ന് ആരോപണം. തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച ഹസീന സയ്യിദാണ് വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. DMKക്ക് പകരം വിജയുമായി കൈകോർക്കാനാണ് ശ്രമം നടത്തിയത്. വിജയ് ഫാൻസിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയായിരുന്നു വേണുഗോപാലിന്റെ നീക്കം. വിജയ് ഫാൻസ് കേരളത്തിലും വോട്ട് നേടിത്തരുമെന്ന് അദ്ദേഹം വാദിച്ചു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ധാരണയിലെത്തിയ സ്ഥാനാർത്ഥി പട്ടിക KC ഇടപെട്ട് അട്ടിമറിച്ചുവെന്നും ഹസീന സയ്യിദ് ആരോപിച്ചു. DMK സഖ്യം വിട്ട് TVKയുമായി കൈകോർക്കാൻ ശ്രമം അവസാന നിമിഷം തകരുകയായിരുന്നു. ചെന്നൈ വിമാനത്താവളത്തിലെ യോഗത്തിൽ ഇതേ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വാക്പോരുണ്ടായി. മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ചർച്ചയ്ക്ക് KC വേണുഗോപാൽ ചെന്നൈയിൽ എത്തിയ ദിവസവും തർക്കമുണ്ടായി. വിമാനത്താവളത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദമാണ് KC വേണുഗോപാലിന്റെ സ്വപ്നം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാക്കാനും KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പദവികളും തനിക്ക് വേണമെന്ന ദുരാഗ്രഹിയായ നേതാവാണ് KC വേണുഗോപാൽ. ഇത്രയും സ്വാർത്ഥ ചിന്താഗതിയുള്ള നേതാവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും ഹസീന സയ്യിദ് പറയുന്നു. തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി കഴിഞ്ഞ ദിവസമാണ് ഹസീന സയ്യിദ് ഒഴിഞ്ഞത് എന്നാണ് വാർത്ത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിജയ് ഫാൻസിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയായിരുന്നു വേണുഗോപാലിന്റെ നീക്കം. വിജയ് ഫാൻസ് കേരളത്തിലും വോട്ട് നേടിത്തരുമെന്ന് അദ്ദേഹം വാദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പദം ആണ് KC വേണുഗോപാലിന്റെ സ്വപ്നം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാകാനും KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തമിഴ്നാട് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഹസീന സയ്യിദ്. ഹസീന സയ്യിദിന്റെ ആരോപണങ്ങൾ നേരത്തെയും വന്നിരുന്നു. തമിഴ്നാട് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ട് KC വേണുഗോപാലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക രാഹുൽ ഗാന്ധി തീരുമാനിച്ചു നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ അട്ടിമറി നടത്തി എന്നാണ് ആരോപണം. അതും പണം വാങ്ങിയാണ് പലർക്കും സീറ്റ് നൽകിയത് എന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അതിനു മുമ്പ് ഹരിയാനയിൽ നിന്ന് ആരോപണം ഉയർന്നു വന്നിരുന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണം വാങ്ങി സീറ്റ് നൽകി, വിജയ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് സംബന്ധിച്ച് കേസ് കൊടുത്തിരിക്കുന്നു ദില്ലി പോലീസിൽ. പക്ഷേ ദില്ലി പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. FIRന്റെ പകർപ്പ് പോലും പുറത്തു കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ദില്ലി പോലീസ് BJPയുടെ കീഴിലാണ് എന്നുകൂടി ഓർക്കണം. BJPയും KC വേണുഗോപാലും തമ്മിലുള്ള അന്തർധാര എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിലപാട്. പക്ഷേ തമിഴ്നാട്ടിൽ DMK സഖ്യത്തിലാണ് കോൺഗ്രസ്. DMK സഖ്യം കോൺഗ്രസിന് നല്ല പരിഗണന നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഘട്ടത്തിലാണ് വിജയുടെ പുതിയ പാർട്ടിയുമായി TVKയുമായി സഹകരിക്കാൻ DMK വിട്ട് TVKയുമായി മുന്നണി ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത്. എന്തിനു വേണ്ടി? കേരളത്തിലുമുണ്ട് വിജയ് ഫാൻസ്. ഇവിടെയും ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി വിജയ് ഫാൻസിന്റെ വോട്ട് കേരളത്തിൽ ലഭിക്കണം, അതാണ് ലക്ഷ്യം. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ തോറ്റാലും സാരമില്ല, തമിഴ്നാട്ടിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിലും സാരമില്ല, ഹരിയാനയിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിലും വിജയിച്ചില്ലെങ്കിലും സാരമില്ല, പണം ലഭിച്ചാൽ മതി എന്നാണ് ഹരിയാനയിലെ സ്ഥിതി. എന്നാൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ടാലും സാരമില്ല, DMKയോടൊപ്പം ചേർന്നാൽ സീറ്റ് കിട്ടും, അത് വേണ്ട, ഞങ്ങൾക്ക് കേരളത്തിൽ ജയിക്കണം, വിജയ് ഫാൻസിന്റെ സീറ്റ് വാങ്ങണം, ഇതാണ് നിലപാട്. എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നു. എല്ലാം കേരളത്തിന് വേണ്ടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സോണിയാഗാന്ധിയെ കൊണ്ടുവരുന്നു, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, വിജയിപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് എന്നത് ഒരു കേരള കോൺഗ്രസ് ആയി മാറുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു KC വേണുഗോപാൽ. ഉത്തരേന്ത്യയിൽ BJPയുമായി ധാരണയുണ്ടാക്കുന്നു, രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നൽകുന്നു. ഇതൊക്കെ ചെയ്യുന്നു
കെ.സി. വേണുഗോപാൽ. എന്നിട്ട് കേരളത്തിൽ വന്ന് CPM-ന് BJP-യുമായി ധാരണ ഡീൽ എന്ന പ്രചാരണം നടത്തുന്നു. അതിനോടൊപ്പം ചേരുന്നു നമ്മുടെ മാധ്യമങ്ങളും. ഇതാണ് കേരളത്തിൽ നാം കണ്ടത്. തമിഴ്നാട്ടിൽ തോറ്റാലും സാരമില്ല, അതുമാത്രമല്ല DMK ബന്ധം ഉപേക്ഷിച്ചാലും സാരമില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് ചെന്ന് അധപ്പതിക്കുന്നു. അതിന് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഹസീന സയ്യിദ് നടത്തിയിരിക്കുന്നത്.